കേരള മുസ്ലിങ്ങളില് നവോത്ഥാനം ഇല്ല. കേരളത്തിൽ തന്നെ നടന്നത് കെ എൻ പണിക്കർ പറയുന്ന ജാതിമത പരിഷ്കരണ, അല്ലാണ്ട് യൂറോപ്പിൽ ഉണ്ടായതുപോലെ യുക്തിബോധവും ശാസ്ത്രബോധവും ഇതൊന്നുമില്ല ഇവിടെ ഉണ്ടായത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മുടെ വലിയ നവോത്ഥാന മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെ വർത്തമാന അവസ്ഥ നോക്കുക. ആട് മേച്ച് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? നിലമ്പൂർ കേന്ദ്രീകരിച്ച് ഇപ്പൊ എനിക്കുണ്ടോന്ന് അറിയില്ല. അല്ല അതെന്തോ ആട്ടെ, അങ്ങനെ ഒരു ഗ്രൂപ്പ്, ഒരു പ്രിമിറ്റീവ് മുസ്ലിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് മംഗൾയാൻ ആകാശത്തിലേക്ക് പോയ സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിൽ പിന്നോട്ട് ഓടുക. ഒരു ഗോത്രവർഗ ഇസ്ലാം അവിടെ രൂപപ്പെടുകയായിരുന്നു. ഒന്ന് ഇനി ഈ ആട് മേച്ച് പോകുന്നതിന്റെ ഒരു സംഗതി എന്താ അറിയോ, ഈ മുസ്ലിങ്ങളുടേതല്ലാത്ത ലോകത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന, മതപരമല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ കലർപ്പുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ ഞങ്ങളുടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. അത് ലോകത്ത് പല സ്ഥലത്തും സലഫികൾക്കുണ്ട്. ഈ ഞാനതില് യമനിലെ ദമ്മാജ്, അതെ ദമ്മാജിന്റെ കോപ്പിയാണ്. തിയോ പാട്നോസ് എന്നിട്ട് പറഞ്ഞ അമേരിക്കൻ പത്രപ്രവർത്തകൻ ഈ ദമ്മാജിലേക്ക് നടത്തുന്ന ഒരു യാത്ര ഉണ്ട്. അതാണ് ലോകത്തെ, അതാണ് പിന്നെ IS വരെ കാരണമാവുന്നത്. IS പറഞ്ഞാൽ എന്താ, ഇവിടെ IS പ്രീച്ച് ചെയ്ത സാധനം എന്താ, നിങ്ങൾ ഈ കലർപ്പുള്ള ലോകത്താ ജീവിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല. നിങ്ങള് അപ്പൊ കേരളീയ ഇസ്ലാം എന്ന് പറയുന്നതും ഒക്കെ വിളക്കത്തിരുത്തുന്ന, നേർച്ച നടത്തുന്ന, ഇതൊക്കെ ചെയ്യുന്ന ഒരു കേരളീയ ഇസ്ലാമിനെയാണ് ഇത് തകർക്കുന്നത്. എന്നിട്ട് നോക്കുക, നവോത്ഥാനത്തിന്റെ നമ്മൾ 100 വർഷം കഴിയുമ്പോൾ അവിടുന്ന് ഒരുപാട് ഫോർവേഡാ പോണ്ടത്, പക്ഷെ പോയത് ആടുമേക്കാൻ.